+2 വരെ പഠിച്ചിട്ട് അടുത്തത് എന്ത് എന്ന് ഈ ഫുൾ മാർക്ക് വാങ്ങിയ കുട്ടിക്ക് ആകുമ്പോഴത്തേക്ക് നിങ്ങളും നമ്മളൊക്കെ സ്കൂളിലെത്തി. HM സാർ വന്നു, ആസ്ട്രോ സാർ വന്നു, റഷീദ് സാർ വന്നു. അതിരാവിലെ തന്നെ എല്ലാവരും ഏകദേശം ആൾക്കാരും 8 മണിക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തി. ഇഷ്ടപ്പെടുന്ന ഒരു സ്ട്രീമിൽ സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് അഡ്മിഷൻ കിട്ടണ്ടേ? അവര് ഫുള്ളി കോൺഫിഡന്റ് ആണ് നിങ്ങളിൽ. അപ്പൊ എനിക്ക് അതില് ഒരു ഡിസപ്പോയിന്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി 8 മാസം നിങ്ങൾക്കുണ്ട് SSLC അതിന്റെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, കൈവക്കുക. അതിലിങ്ങനെ നമുക്ക് അതിന്റെ സാറ്റിസ്ഫാക്ട് ചെയ്താൽ മാത്രമേ നമ്മളിപ്പോൾ ഒരു പൊസിഷൻ എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇവർക്ക് ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് നിങ്ങളോട് എഫേർട്ട് അവരൊക്കെ നിങ്ങൾ ഇങ്ങനെ ഭയങ്കര ബുദ്ധിയുള്ള കുട്ടികളാണ്. ചിലപ്പോൾ ഭയങ്കര ബുദ്ധിയുള്ള കുട്ടികളാണെങ്കിൽ എല്ലാം മാനേജ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റിയാണ്. പക്ഷെ ഞാൻ അങ്ങനത്തെ കുട്ടി അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ബാക്കി എല്ലാം ഒഴിവാക്കി. കല്യാണം ഇതാണ് വേണ്ടത്. ഇതിന് സംശയം ഉണ്ടാവാൻ പാടില്ല. ഒറ്റ കൈ പോകുക, ബാക്കി പിന്നെ ആലോചിക്കാം. അപ്പൊ നമ്മൾ ഏറ്റവും വലിയ ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ഇത്. ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോ എല്ലാ സൗകര്യങ്ങളും മാക്സിമം എനിക്ക് ഡോക്ടർ ആവേണ്ടി വേറെ കഴിയില്ല. അതായത് എന്റെ അവസ്ഥ, ആ അവസ്ഥയാണ് നമ്മുടെ എല്ലാവരുടെയും മോട്ടിവേഷൻ. അപ്പൊ ആ അവസ്ഥ ഉണ്ടാക്കുക. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അത് പറഞ്ഞുകൊണ്ടിരിക്കുക. കുറെ പ്രാവശ്യം നിങ്ങൾക്ക് കൺസിസ്റ്റൻസി. ഞാൻ പറയും, ഞാൻ എന്നും പഠിക്കുക. നോ മാറ്റർ വാട്ട്, എന്തൊക്കെ സംഭവിച്ചാലും എല്ലാ ദിവസവും ഒരു ടൈമിൽ നിങ്ങൾ പഠിച്ചിരിക്കണം. ഞാൻ അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എന്നും പഠിക്കും. എന്തൊക്കെ സംഭവിച്ചാലും എന്ത് പരിപാടിക്ക് എവിടെയെങ്കിലും അത് ഓരോരുത്തരുടെ ഒരു പാറ്റേൺ ഓഫ് സ്റ്റഡി ഡിഫറെന്റ് ആയിരിക്കും. ഞാനൊരു ഹൈസ്കൂളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഡെയിലി എടുക്കുന്നത് പഠിച്ചിരുന്നു. അതായിരുന്നു എനിക്ക് എളുപ്പം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടേതായിട്ട് ഷെഡ്യൂൾ ഉണ്ടാക്കുക. ബേസിക്കലി അറ്റ് എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ഉദ്ദേശം എന്താ, ഈ ടോപ്പിക് എനിക്ക് ക്ലിയർ ആയിരിക്കണം. അപ്പോൾ 5 മാസം എനിക്ക് ബാക്കി കിടക്കണം. അപ്പോൾ ഒരുപാട് സമയമുണ്ട്. അതുകൊണ്ട് ഈ കൺഫ്യൂഷനും ആവശ്യമില്ല. ഒരു കൈ വെക്കുക, 2 കൈ വെച്ച് 2 കൈ നോക്കിക്കോ. അത്രയും കോൺഫിഡൻസ് നമുക്ക് നമ്മളിൽ ഉണ്ടായിരിക്കണം. ഇങ്ങനെ കാണുന്നത് വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ പ്രഭാതം എത്ര പേർക്ക് 80 കിട്ടും എന്നുള്ളൊരു ചോദ്യം, അത് കാണാൻ പോകുന്നത് പോലാണ്. നമ്മൾ ഇതേപോലെ മീറ്റിംഗ് എത്ര പേരുണ്ടെന്ന് ചോദിക്കും. എല്ലാവരും ഉണ്ടാവുന്ന നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി.